വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. നമ്മുടെയൊക്കെ മക്കൾ ഏകദേശം ഒരു 3 വയസ്സ് പ്രായം മുതൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. അവർ കാണുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒത്തിരി ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. മാതാവ് മത്സ്യം കട്ട് ചെയ്യുന്ന സമയത്ത് ഇന്നലത്തേത് അത്ര വലുപ്പം ഉണ്ടായിരുന്നല്ലോ, ഇന്നത്തേത് വലുപ്പം കുറവാണല്ലോ, യാത്ര പോവുകയാണെങ്കിൽ അതെന്താ അമ്മ ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും കാണുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് വളർന്നു വരുന്ന നമ്മുടെ മക്കൾ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്. ചില രക്ഷിതാക്കളെങ്കിലും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ അച്ചടക്കമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർ ചോദ്യങ്ങൾ ചോദിക്കുന്ന മക്കൾ, എടാ അടങ്ങിയിരിക്കടാ, മിണ്ടാതിരിയടാ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുന്ന കുട്ടികളുടെ ആ ഒരു പ്രവണതയെ, ക്യൂരിയോസിറ്റിയെ പലപ്പോഴും അടിച്ചമർത്താറുണ്ട്. നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏകദേശം 3 വയസ്സ് മുതൽ നമ്മുടെ മക്കൾ ഒരു അന്വേഷണാത്മകതയുടെ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവർക്കറിയാത്ത കാര്യങ്ങൾ അറിയുവാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് അവർ ചോദ്യങ്ങൾ മുഴുവനും ചോദിക്കുന്നത്. ഒരു തവണ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് വടകരയിൽ നിന്ന് രണ്ട് പാരൻസും 2 രക്ഷിതാക്കളും ഒരു കുട്ടിയും കൂടെ വണ്ടിയിൽ കയറി വന്നു. ഞാനിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ രക്ഷിതാക്കൾ, അവർക്ക് 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. 2.5 വയസ്സ് പ്രായം കാണും. അപ്പോൾ ആ കുട്ടിയുടെ കൊച്ചു ഭാഷയിൽ ആ കുട്ടി മാതാവിനോടും പിതാവിനോടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ആ മാതാവ് മിണ്ടാതിരിയടാ, അടങ്ങിയിരിയടാ, ആളുകൾ നോക്കുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാതാവും പിതാവും തന്നെ ആ കുട്ടിയെ അവിടെ ആ ചോദ്യങ്ങളെല്ലാം അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുറേ സമയം കഴിഞ്ഞ്, എത്രയായിട്ടും കുട്ടിയുടെ ചോദ്യങ്ങൾ നിർത്തില്ല. കുട്ടിക്ക് അന്വേഷണത്തിൻ്റെ കാലഘട്ടമാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ പതുക്കെ ആ കുട്ടി മിണ്ടാതായ സമയത്ത് ആ മാതാവ് എൻ്റെ മുഖത്ത്, അവർ വന്നത് മുതൽ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മാതാവ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അനുസരണം ഇല്ലാത്തവനാ, പറഞ്ഞാൽ കേൾക്കില്ല, അച്ചടക്കം ഇല്ലാത്തവനാ. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. ഞാൻ ആ മാതാവിനോട് പറഞ്ഞു, യു ആർ റിയലി ലക്കി ടു ഹാവ് എ സൺ ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ളൊരു മകനെ കിട്ടിയതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യവതിയാണ്. കാരണം നിങ്ങളുടെ മകൻ, അവൻ്റെ ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് അന്വേഷണങ്ങളാണ് സയൻറ്റിസ്റ്റുകളെ സൃഷ്ടിക്കുന്നത്. നാട്ടിലില്ലാത്ത ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ഈ ലോകത്ത് ഇന്ന് അവൈലബിൾ അല്ലാത്ത ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലേക്ക്, ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് ചിന്തകളെ കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള അന്വേഷണാത്മകമായ ചിന്തകളാണ്. ഒരു എപ്പിസോഡിൽ തോമസ് ആൽവ എഡിസനെ കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചിന്തകളാണ് അദ്ദേഹത്തിന് ഈ ഒരു മേഖലയിലേക്ക്, അദ്ദേഹത്തെ ഇല്ലാത്തത് കണ്ടെത്തുവാനുള്ള ചിന്തകളാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അപ്പോൾ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സമയത്ത് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വളരെ പ്രോപ്പറായി ആൻസർ പറയാൻ നാം തയ്യാറാവുക. ഓരോ ആൻസറും അവരുടെ മനസ്സിലേക്ക് നാം കൊടുക്കുന്നത് വളരെ കൃത്യതയോടെ, ആധികാരികമായ അറിവ് തന്നെയാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും മാതാപിതാക്കൾ ഊഹം വെച്ചുകൊണ്ട് മക്കൾക്ക് മറുപടി പറയരുത്. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നുണകൾ ഉണ്ടാക്കി പറയുകയും ചെയ്യരുത്. ഒരുപക്ഷെ രക്ഷിതാക്കൾക്ക് അറിയാത്ത ചോദ്യങ്ങളും കുട്ടികൾ ചോദിക്കാം. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ചോദ്യം ചോദിക്കുവാനുള്ള, അറിയാനുള്ള ആ മനസ്സിനോട് നാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദിവസം ഒരു കുട്ടി ചോദിക്കുക, എത്ര നക്ഷത്രങ്ങളുണ്ട്? പിതാവിനോട് ചോദിക്കുക, എത്ര നക്ഷത്രങ്ങളുണ്ട് ഈ ലോകത്ത്? പിതാവിന് അതിൻ്റെ എണ്ണം അറിയില്ല. ആ പിതാവും ആ കുട്ടിയുടെ ആ ഒരു അന്വേഷിക്കുന്ന മനസ്സിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരിച്ചു പറയാം, ഓ അത് ശരിയാ, എത്ര നക്ഷത്രങ്ങൾ ഈ ലോകത്ത്, മോനറിയോ? അവനേതായാലും അറിയില്ല, അറിയാത്തതുകൊണ്ടാണ് ചോദിച്ചേ. കൂട്ടത്തിൽ ഒരു പ്രോത്സാഹനം കൊടുക്കുക. എൻ്റെ മകൻ നാളെ സ്കൂളിൽ പോയിട്ട് ടീച്ചറുടെ അടുത്ത് ചോദിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇങ്ങനെ അവൻ അറിയാനുള്ള ഒരു പ്രോത്സാഹനം അവന് കൊടുത്തു കഴിഞ്ഞാൽ ആ മകൻ നാളെ ടീച്ചറുടെ അടുത്ത് പോയി ചോദിക്കും. കാരണം എന്താണെന്നറിയോ? സ്വന്തം പിതാവിനെ പഠിപ്പിക്കുവാനുള്ള, പിതാവിൻ്റെ ടീച്ചറാവാനുള്ള ഒരു അവസരമാണ് അവന് കിട്ടിയിരിക്കുന്നത്. അതവൻ മിസ് ചെയ്യില്ല ഒരിക്കലും. അവൻ ടീച്ചറുടെ അടുത്ത് പോയിട്ട് ടീച്ചർ പറഞ്ഞു കൊടുക്കും, അതിൻ്റെ ഏകദേശം ഒരു കണക്ക് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. ആ കണക്ക് പഠിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത്, വൈകുന്നേരം മോൻ തിരിച്ചു വരുന്ന സമയത്ത് ഇത്ര എണ്ണം ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ മകനെ കെട്ടിപ്പിടിച്ച് അവനെ ഹഗ് ചെയ്ത്, പാറ്റ് ചെയ്ത്, കെയറസ് ചെയ്തുകൊണ്ട്, തലോടിക്കൊണ്ട് അവനോട് പറയാം, എൻ്റെ മകൻ ഉണ്ടായത് കൊണ്ടാണല്ലോ എനിക്കിത് അറിയാൻ സാധിച്ചത്, പഠിക്കാൻ സാധിച്ചത്. ആ മകൻ്റെ ഇനിയും ഒരുപാട് അന്വേഷിക്കാനുള്ള ത്വരയാണ് നിങ്ങൾ വികസിപ്പിക്കുന്നത്. അതിനാണ് നിങ്ങൾ അഭിനന്ദനം നിങ്ങൾ അർപ്പിക്കുന്നത്. അത് ആ മകന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ സഹായിക്കുന്നതായിരിക്കും. ഒരിക്കലും രക്ഷിതാക്കൾ നുണ പറയരുത്. ചില വിഷയങ്ങൾ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അറിയുന്ന സോഴ്സുകളിൽ നിന്ന് കണ്ടെത്താനുള്ള പ്രോത്സാഹനം കൊടുക്കുക. അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് ഇൻ്റർനെറ്റിൽ നോക്കി ആധികാരികമായ വിവരങ്ങൾ കൊടുക്കുക. അല്ലാതെ ഒരിക്കലും ഇല്ലാത്ത നോളജ്, തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും മാതാവ് അല്ലെങ്കിൽ പിതാവ് മക്കളോട് പറയരുത്. കാരണം ഈ മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. തെറ്റായ ഒരു കാര്യം നാം പറഞ്ഞു, മക്കളത് വിശ്വസിച്ച് പോവുകയും ചെയ്തു.
ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു പാരൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഒരു ദിവസം ഒരു കുട്ടി ചോദിച്ചു, പിതാവിനോട് ചോദിച്ചു, അല്ല പിതാവ്, ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം പറഞ്ഞാൽ ഈ പിതാവിനത് അറിയുമായിരുന്നില്ല. പിതാവ് എന്നോട് പറഞ്ഞു, കാരണം ഞാൻ എൻ്റെ മകൻ്റെ മുമ്പിൽ ഒരു അറിയാത്തവനാകുന്നതൊരു മോശമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഏകദേശം ഉണ്ടാക്കി അങ്ങ് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം, മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ കുറേ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിൽ കുറേ പിള്ളേർ വന്നിട്ട് ഈ മുല്ലപ്പൂവൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ടായിരുന്നു. താഴെ വീണ് കിടക്കുന്ന മുല്ലപ്പൂക്കൾ അവരെടുത്തുകൊണ്ട് പോവുക. പക്ഷെ ഒരു ദിവസം അവർ വന്ന് ഈ വള്ളിയുടെ മുകളിൽ നിന്ന് തന്നെ മുല്ലപ്പൂ പറിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് ആ വീട്ടിലുള്ള 2 പയ്യന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, മുല്ലപ്പൂ അറുത്തു കൊണ്ടുപോകാൻ പറ്റില്ല, എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല, താഴെ ഉള്ളത് എടുക്കാം. വന്നവർ പറഞ്ഞു, ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമായി. അവസാനം അതൊരു അടിപിടിയിലേക്കും ഒരു ഉന്തും തള്ളിലേക്കൊക്കെ മാറി. അവസാനം അതൊരു ഒരു വിപ്ലവമായി മാറി. അതാണ് മോനെ മുല്ലപ്പൂ വിപ്ലവം. താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടി ആ പിതാവ് സ്വന്തം മകനോട് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞതാണ്. ഇത് പറഞ്ഞ സമയത്ത് ആ മകൻ വളരെ സന്തോഷത്തോടു കൂടെ ഒരു അറിവ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ആ മകൻ പോയി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ മകൻ ഒരു മാഗസീനിൽ വായിച്ചു, അത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നടന്ന കുറേ സമരങ്ങളായിരുന്നു. ഇതറിഞ്ഞിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് വരുന്ന ഈ മകൻ, ആ പിതാവിനെ കുറിച്ചുള്ള ക്രെഡിബിലിറ്റിയാണ് ആ മകനെ നഷ്ടപ്പെടുന്നത്. എൻ്റെ പിതാവ് ഇങ്ങനെയുള്ള ഒരുപാട് നുണകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ്. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അറിയില്ല എന്ന് പറയുക, അതറിയാനുള്ള സോഴ്സുകൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. ഏതായാലും അവൻ്റെ അന്വേഷിക്കാനുള്ള, അറിയാനുള്ള താല്പര്യമുള്ള മനസ്സിനെ നാം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ടീച്ചേഴ്സിൻ്റെ അടുത്തും ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ക്ലാസ്സിൽ ഒരുപക്ഷെ സിലബസുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ പോലും ആ ചോദ്യങ്ങൾ അറിയാനുള്ള, കാര്യങ്ങൾ അറിയാനുള്ള മനസ്സിനെ നാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമുക്ക് സയൻറ്റിസ്റ്റുകളെ കിട്ടുക. അങ്ങനെ നമ്മുടെ മക്കളെല്ലാവരും അവരുടെ ഈ അന്വേഷണാത്മകമായ മനസ്സ്, ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ലോകത്ത് ഇല്ലാത്തത് കണ്ടെത്തുന്ന വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്ന മക്കളായി നമ്മുടെ മക്കൾ, ചിന്തകൾ വികസിച്ച മക്കളായി, ബുദ്ധികൾ വികസിക്കുന്ന മക്കളായി അവർ വളർന്നു വരട്ടെ എന്ന ആശംസയുണ്ട്. കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.